ആലത്തൂർ ടാക്സ് പെയർ സർവീസസ് സർക്കിളിന്റെ അമരക്കാരൻ അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ മനോജ് പടിയത്തിന്റെ നേതൃത്വത്തിൽ അണിയിച്ചൊരുക്കുന്നു പെഹല രാത്. ഒരു GST അധോമണ്ഡല ഗുമസ്തയുടെ ആദ്യ രാത്രി നിങ്ങൾക്ക് മുമ്പിൽ അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്നു ആലത്തൂർ ടാക്സ് പെയർ സർവീസസ് സർക്കിൾ ആൻഡ് ടീം. കഥാ തിരക്കഥ ഷാജഹാൻ കിനാശ്ശേരി. ആശയം ആവിഷ്കാരം സജീഷ് മഠത്തിൽ. അഭിനയിക്കുന്നവർ സനുജ മുരളി, ബിജി കാട്ടുശ്ശേരി, ചന്ദ്രമോഹൻ പത്തനാപുരം. ശബ്ദം നൽകിയത് നീതു ഇരട്ടക്കുളം. പ്രത്യേക നന്ദി ശ്രീ അഭിലാഷ് പതിയശ്ശേരി, ശ്രീ രാജേഷ് രാഘവൻ. చిట్టపట నడుముల ఊపులు ఒక ఇరుసున్న వరసలు కలవగా ముసిరిన కసి కసి వయసులో ఒక యదనస పదనిస కలవుగా కాదంటూనే కలబడు అది లేదంటూనే ముడిపడు ఏమంటున్నా మదనుడు తెగ ప్రేమించాక వదలడు చూస్తా പിടിപെട വേണ്ട എന്നെ തോക്ക് പിടിപെട് തങ്കമ്മ ടീച്ചറെ എന്നെ തോക്ക് പിടിപെട്. ഹലോ ഹലോ, ഇവിടെ എൻ്റെ ആദ്യരാത്രിയാണ് നടക്കുന്നത്. പോത്തുപോലായ രണ്ടെണ്ണം കൂടി ഡാൻസ് കളിക്കാനല്ല ഈ ആൾക്കാരോട് വന്നിട്ടുള്ളത്. എൻ്റെ ആദ്യരാത്രിയാണ് ഇവിടെ നടക്കുന്നത്, മനസ്സിലായോ? അത് പിന്നെ എന്ത് പിന്നെ? ഈ മണിയറ കണ്ടപ്പോ ആവേശം തോന്നിയപ്പോ ഡാൻസ് കളിച്ചു പോയി. ഞങ്ങളുടെ ആദ്യ രാത്രി ഓർത്തുപോയി. നിങ്ങളെ തല നോക്കിയോ? ഇല്ല, നരച്ച് കുമ്പളങ്ങി. അതിലൊന്നും കാര്യമില്ല. നാണവും മലവില്ലാത്ത സാധനം മോനെ, അതിലൊന്നും അർത്ഥമില്ല. കണ്ടില്ലോ മൈ ഡിയർ തങ്കമ്മ ടീച്ചർ ആദ്യ രാത്രി. ക്ഷമിക്ക്. സായ വേണോന്ന് ആദ്യ രാത്രിയിൽ. അതെ, ഇതേതാ സാധനം? ദാമു ഔട്ട് ഔട്ട് ഗോയവേ. സാധനമല്ലല്ലോ. വേണ്ട, ഗോയവേ ഔട്ട്. ദാമു ഔട്ട് ഔട്ട്. ആദ്യ രാത്രിയിൽ ചായ ലോകത്താദ്യമായിട്ടായിരിക്കും ഈ സൈഡ്. നമ്മുടെ മരുമോനെ ആള് നിസ്സാരക്കാരനല്ലാട്ടോ, നിമിഷ കവിയാ. ഏത് വിഷയത്തെ കുറിച്ചും ആ നിമിഷം കവിത ഉണ്ടാക്കും. ചുമ്മാ മസിലും പിടിച്ചിരിക്കാതെ അവനോട് പോയി വല്ലതും സംസാരിക്കും മനുഷ്യപ്പോ. ഞാൻ അറിഞ്ഞു. നിമിഷ കവി. ഏത് വിഷയത്തെ കുറിച്ചും കവിത ഉണ്ടാക്കും. ഏത് വിഷയത്തെ കുറിച്ച് കവിത ഉണ്ടാക്കും? എന്നാ ഞാനൊരു വിഷയം തരട്ടെ. എന്റെ ഭാര്യ സുന്ദരിയായ തങ്കമ്മ ടീച്ചർ. തങ്കമ്മ ടീച്ചറെ കുറിച്ച് ഞാൻ കവിത ഉണ്ടാക്കണം. അല്ലേ? കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല,
അയ്യോ തങ്കമ്മേ എടി എടി ഇനി കുരുത്തം കെട്ട ഇവിടെ വേറെ വല്ല കവിതയും പാടും. ബാ നമുക്ക് നമ്മുടെ മോളെ വിളിക്കാം. മോളെ പോയേക്കല്ലേ? മോളെ മധുവിധുരാമുകളെ സുരഭിലയാമങ്ങളെ മടിയിലുരാൻ പൂവിനെത്ത മധുവിധുരാമുകളെ സുരഭിലയാമങ്ങളെ മടിയിലുരാൻ പൂവിനെത്ത അതിനമ്പാടി ചന്തം അതിനഞ്ജനവർണ്ണം അമ്പാടി ചന്തം അതിനഞ്ജനവർണ്ണം. ഹലോ ചേട്ടാ പാല്. ആ നീ വന്നോ? അതിപ്പോ നമ്മുടെ ഇടയിൽ ഒരു ഫോർമാലിറ്റിയുടെ ആവശ്യമില്ലല്ലോ. നീ ആദ്യം കുടിച്ചോ. ചേട്ടൻ ആദ്യം കുടിക്കും. ഐ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. നീ ആദ്യം കുടിച്ചോ. ചേട്ടൻ കുടിച്ചിട്ട് തന്നാ മതി. നീ കുടിച്ചോ, ഒരു പ്രശ്നമില്ല. നീ ആദ്യം കുടിച്ചോ. കുടിക്കോ? കുടി കുടിക്കോ? കുടീന്ന്, കുടി. ഭഗവാനെ കുടിക്കോ? കുടിക്ക്. ഏ മുഴുവൻ കഴിഞ്ഞു പോയി ഒന്നുമില്ല. എൻ്റെ അമ്മേ, ഈ സൈസ് സാധനത്തിനെ കൊണ്ട് ഈ ജന്മ മുഴുവൻ ഗതികേട്. അയ്യോ ചേട്ടാ, ആ. ഞാൻ മുഴുവനും കുടിച്ചു പോയി. എല്ലാം ഫുള്ളും കുടിച്ചു പോയി. സോറി ചേട്ടാ, സോറി ചേട്ടാ, അത്? സോറി. മുഴുവനും കുടിച്ചു പോയി. സോറി ചേട്ടാ, സോറി. പാല് മുഴുവൻ കുടിച്ചു, തല്ല് മാത്രം എനിക്കും. എന്ത് തരം സ്വഭാവമാണ് ഈ സൈസ് സാധനത്തിനെയും കൊണ്ട് ഞാൻ എങ്ങനെ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും? വാ ഇനി അതെ, പെണ്ണ് കാണാൻ വന്നപ്പോ ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നു. നീ എന്നെയാണോ ശ്രദ്ധിക്കണത് പൂവിനെയോ? എന്താ ചേട്ടാ? നീ പഠിച്ചതും വളർന്നതൊക്കെ എവിടെയാണ് എന്നറിയാനായിട്ട് ഞാൻ അന്നത് ചോദിക്കാൻ അത് മറന്നുപോയി. ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ ആ. ബാംഗ്ലൂരാ. ബാംഗ്ലൂര്. ബാംഗ്ലൂര്. എങ്ങനെ ഇനി ബാംഗ്ലൂര്? ഷോ, ബാംഗ്ലൂരിലാ പഠിച്ചതെന്ന്. എന്താ ഒരവസ്ഥ. ഈ ചേട്ടനൊന്നും അറിയില്ല. ബാംഗ്ലൂര് പഠിച്ച ആളുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഗതികേട്. എന്താ ആട്ടെ. പിന്നെ വേറെന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? ഒന്നുമില്ല അല്ലേ? എന്നാ പിന്നെ എനിക്ക് പണ്ട് തൊട്ടേ ഒരു ആഗ്രഹമുണ്ട്. നിനക്ക് ആഗ്രഹം പണ്ട് തൊട്ട്? ഭഗവാനേ, അതിപ്പോ എനിക്കും ഉണ്ടല്ലോ ആഗ്രഹം. എനിക്ക് പണ്ട് മുതലല്ല, ഇപ്പോഴും ആഗ്രഹമുണ്ട്. ഞാൻ പറയട്ടെ? ആ പറ. എൻ്റെ കവിളിൽ നുള്ളിയിട്ട് ചക്കരേന്ന് വിളിക്കും. നിന്റെ കവിളിൽ ഞാൻ നുള്ളിയിട്ട് ചക്കരേന്ന് വിളിക്കണം. ഇനിയിപ്പോൾ അതിന് എന്തൊക്കെ പുലിവാലാണാവോ ഉണ്ടാവുക. ചക്കരേ ഇങ്ങനെ അല്ല ചേട്ടാ, ഭഗവാനേ, ഇങ്ങനെ പിടിച്ചിട്ട് ചക്കരയെ വിളിക്കണം. നുള്ളിയിട്ട് ചക്കരേന്ന് വിളിക്കണം. എൻ്റെ ചക്കരേ, എൻ്റെ പഞ്ചാരേ, പഞ്ചാരോ, എൻ്റെ ലഡുവേ, എൻ്റെ മൈസൂർ പാകേ, എൻ്റെ ജിലേബിയേ, എൻ്റെ അണ്ടിപ്പരിപ്പേ. പോട്ടെ
വാ ചേട്ടാ വാ 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 വാ. ഞാൻ ഈ മുടി ഒന്ന് ശരിയാക്കട്ടെ. മുടി സത്യത്തിൽ ഞാൻ കഷണ്ടിയാണ്. ഹലോ, അച്ഛൻ അമ്മ അച്ഛൻ അമ്മ. ഹായ് കപ്പിൾസ്, ഒരു കാര്യം മറന്നു. ഞാനും തങ്കമ്മ ടീച്ചറും തിരുമധുരം റെഡിയാക്കിയിട്ടുണ്ട്. തിരുമധുരം ആ ആദ്യ രാത്രിയിൽ. അതെ, ഞങ്ങളത് മറന്നു. പോയതാട്ടോ മോനെ, കഴിക്കൂ. എന്നാ മോളെ. ഇതൊക്കെ ശരി. Ridiculous bullshit. Come on guys, sit down. Son-in-law, come on. മോളെ ഇരിക്കോ. എനിക്ക് നിങ്ങളുടെ അടുത്ത് പഴയൊരു കഥ പറയാനുണ്ട്. മനസ്സിലാക്കണം. പണ്ട് 73 കാർഗിൽ -53°C. മനസ്സിലാക്കണം. ഞാനൊരു മഞ്ഞുമലയുടെ മുകളിൽ, ഇത് പാകിസ്ഥാൻ, ഇത് ചൈന. അപ്പോഴാണ് എനിക്കൊരു ഫോൺ കോൾ. അവര് ഫോൺ ചെയ്തു. ആര് 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 മനസ്സിലാക്കണം. മോൾക്കറിയില്ല കഥ. ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി ആ നിങ്ങക്ക് ഫോൺ ചെയ്തു? ആ സണ്ണില്ല പറഞ്ഞോ, കേക്കുണ്ട്. സണ്ണില്ല സീറ്റ്. അവര് പറയണം ക്യാപ്റ്റൻ നായരുള്ളതാണ് അവരുടെ ആശ്വാസം. എന്റെ അമ്മേ, ഏത്? മോൾക്കറിയില്ല. അച്ഛാ തോരഞ്ഞു. അച്ഛാ ഏയ് സണ്ണില്ല അറിയണ്ടേ? ഇന്നെങ്കിലും ക്യാപ്റ്റൻ മാധവ് നായർ മൈസെൽഫ്. എണീക്കൂ എണീക്കൂ. ഇന്നെങ്കിലും ഈ തള്ളു നിർത്തിക്കൂടെ? നാളെ നാളെ പറ. കുപ്പി വേണം. ബാക്കി നാളെ ഉണ്ടോ? നാളെ അവസ്ഥ. ഞങ്ങളുടെ സാറാണ് മനോജ് സാർ. ഹലോ സാർ. സനു, ആ കല്യാണത്തിനൊന്നും വരാൻ പറ്റിയില്ല കേട്ടോ. അതൊന്നും കുഴപ്പമില്ല സാർ. എന്താ ചെയ്യാ, എൻ്റെ ഒരു അവസ്ഥ ഇവിടെ ആരുമില്ല. ഒക്കെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയി. ഇവിടെ റിമാർക്സ് ചോദിക്കേണ്ട സെക്കൻഡ് അപ്പീൽ, WPC ഡീറ്റെയിൽസ്, പിന്നെ ഇതൊക്കെ കൂടാതെ കോപ്പി ആപ്ലിക്കേഷൻ, അതിന് ടൈപ്പ് ചെയ്യാൻ ടൈപ്പിസ്റ്റും ഇല്ല, ഒന്നുമില്ല. എന്താ മറ്റേ വല്ലാത്തൊരവസ്ഥയാണ് TPSൻ്റെ. ആരും ഇല്ലാത്തൊരവസ്ഥയാണ് ഇവിടെ കാര്യം. ഞാൻ എന്താ ചെയ്യുക? ഇതെല്ലാം ഇതാക്കി തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് ഞാൻ പഴനി പോയി മുട്ടടിക്കാൻ വേണ്ടി പോയതാണ്. അതാണ് കല്യാണത്തിന് വരാൻ പറ്റാണ്ടിരുന്നത് കേട്ടോ. ശരി സാർ. അല്ല, നമുക്കിപ്പോൾ JC ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റിവ്യൂവിലേക്ക് സ്ക്രൂട്ടീനിലൊക്കെ നമ്മുടെ DRC 01 എത്ര പെൻഡിങ്, 1 എത്ര പെൻഡിങ്, 7 എത്ര പെൻഡിങ് പറയുന്നുണ്ട്, ചോദിച്ചുകൊണ്ടിരിക്കണ്ട കേട്ടോ. എന്താ പറയണ്ടേ? 1 കൊടുക്കാനാണെങ്കിൽ 30, 07 ആണെങ്കിൽ ഒരു 10 എണ്ണം ഉണ്ട്. ശരി സാർ. ഓക്കെ സാർ, ഗുഡ് നൈറ്റ്. ശരി. അതെ, ഇന്നാണ് നമ്മുടെ ശാന്തി മുഹൂർത്തം. അറിയാം. ശാന്തി മുഹൂർത്തത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ആരോഗ്യവും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ലഭിക്കുന്ന പറയണേ. അപ്പം പിന്നെ
മോളെ നീ എന്താ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യിച്ചത്? ആ മനോജ് സാർ പിന്നെ വിളിക്കുന്നത്. എന്തൊരു ബേജാറ് ആൾക്ക്. എന്നാ സംസാരിക്ക്. ഹലോ ഹലോ സാർ, ഹലോ സാർ, കേൾക്കണില്ലേ? എന്താ ചെയ്യാ? 18 കേസ് കുന്നമംഗലം DPS ഫയൽ വന്നിട്ടുണ്ട്. ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോഴൊന്നും ഒരു രക്ഷയില്ല. കമ്മീഷൻ മുൻപാകെ കാര്യങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ വേണ്ട ചെയ്യാൻ. തലയ്ക്ക് വല്ല വട്ടുപിടിച്ച മല്ലി കെട്ടിപ്പിടിച്ച് നടക്കണം. എല്ലാരും ഇങ്ങനെ ആയാല് കല്യാണം ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അതെ സർ. ഇതെല്ലാം കൂടെ എന്റെ നെഗറ്റീവാണ് കയറുന്നത്. ജോലിയെ പറ്റി പറഞ്ഞാൽ, ഇലക്ഷനെ പറ്റി പറഞ്ഞാൽ കളക്ടർ പറയുന്നു ഇലക്ഷൻ ഡ്യൂട്ടി ഫസ്റ്റ് അർജന്റ് എന്ന്. ഇതിനെ റൂട്ടിനെ പറ്റി പറഞ്ഞാൽ JC പറയും ഇതാണ് അർജന്റ്. ഞാനിപ്പോൾ ഏത് അർജൻസിന്റെ കൂടെ നിൽക്കേണ്ടത് എനിക്കൊരു പിടുത്തമില്ല. എല്ലാ കാര്യവും അർജന്റായി കിടക്കുകയാണ് ഇപ്പോൾ. എന്താ ഇതൊരു സൊല്യൂഷൻ? ഇതിനൊക്കെ പുറമെ കുന്നമംഗലത്തുള്ള ഒരു 18 മല്ലിക്കെട്ട് പിടിച്ച ഫയലുകൾ എന്നെ നെങ്ങത്തോട് തട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ എന്താ ചെയ്യാതൊക്കെ കൂടിയിട്ട് ആദ്യം കഴിച്ച് ഞാൻ മെഡിക്കൽ ലീവ് എടുക്കും. എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക്. ഇവിടെയാണെങ്കിൽ എന്റെ കൂടെയുള്ളവർക്ക് അന്തം കെട്ട ആൾക്കാരാണ്. രാവിലെ അതിർത്തി കാക്കാൻ പോണ പട്ടാളക്കാരെമാര് സർവൈലൻസ് സ്ക്വാഡ് ഇവർ നടക്കുകയാണ്. അല്ല, ഞാനേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. നമ്മുടെ DSC ഒക്കെ എക്സ്പയർ ആയി കിടക്കുകയാണ്. പിന്നെ ബാക്കിൽ ഒരു മൂവ്മെന്റും ഇല്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ സിന്ധു ബാധ്യതയാണെങ്കിൽ ദുബായിക്ക് പോയിരിക്കുന്നു. എന്താ ചെയ്യാ? ഓർഡറൊക്കെ അയക്കണ്ടേ? ഇതാ പറയുമ്പോഴേക്ക് ദിവസങ്ങളാവില്ലേ? DSC കുത്തിയിട്ടാണെങ്കിൽ എടുക്കാനും പറ്റില്ല, കുത്താനും പറ്റില്ല, ഫോണും ഇല്ല. അപ്പൊ അതൊക്കെ ശരി. നാളെ രാവിലെ വന്നു കഴിഞ്ഞാ അവിടെ വിവരാവകാശത്തിന് റിപ്ലൈ കൊടുക്കണം. പ്രദീപാണ് അത് ഞാൻ ഏറ്റെടുക്കണം. താൻ നാളെ വരണം കേട്ടോ. അയാളുടെ ഫോൺ പണ്ടാരോടങ്ങിട്ട് അയാളുടെ വിവരാവകാശമാണോ അയാൾക്ക് വലുത് നിലക്ക് എന്റെ ശാന്തി മുഹൂർത്തം. ഞാനിപ്പോ എന്താ ചെയ്യാ? ശരി, വാ ചേട്ടാ, വാ ചേട്ടാ. എല്ലാ ദിവസവും അയാളുടെ കോള് മാത്രമേ ഉള്ളൂ. ചൂട്, ഭയങ്കര ചൂട്, ചൂട് സഹിക്കാൻ വയ്യ. ചൂട് സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ മഴ പെയ്ക്കാൻ എനിക്ക് മാജിക് ഒന്നും അറിയില്ല. ചൂട് സഹിക്കാൻ വയ്യ, ഭയങ്കര ചൂടാണ്, ചൂട്. ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു മന്ത്രവാദി ഉണ്ട്, മേപ്പാടം തിരുമേനി. അയാളെ ഞാനൊന്ന് വിളിച്ചു നോക്കാം. ആ സ്വാമി, ഞാനാണ്. പിന്നെ സ്വാമി ഒന്ന് എത്രയും പെട്ടെന്നൊന്ന് ഇവിടം വരെ ഒന്ന് വരണം. വളരെ വല്ലാത്തൊരു കുടുക്കിലാണ് ഞാൻ. ബാക്കി ഞാൻ വന്നിട്ട് പറയാം സ്വാമി. സ്വാമി ഒന്ന് വേഗം ഒന്ന് വരൂ സ്വാമി, പ്ലീസ്. ഓക്കെ സ്വാമി, വേഗം വരൂ സ്വാമി. ഓക്കെ. എന്തിനാണോ എന്നെ താൻ വിളിച്ചത്? അല്ല സ്വാമി, ഇതൊന്ന് അപ്പുറത്തേക്ക് പിടിക്കുമോ സ്വാമി? എനിക്ക് വല്ലാണ്ട് ഇഷ്ടീക്കണ്ടോ? അതല്ല, സ്വാമിയുടെ ഒരു സഹായമാണ്. എന്താന്ന് വെച്ചാ എൻ്റെ ആദ്യരാത്രിയാണ്. നിങ്ങളുടെ ആദ്യരാത്രിക്ക് എനിക്കെന്താണ് റോള്? അതിനല്ല സ്വാമി, വൈഫിനാണെങ്കിൽ ഒടുക്കത്തെ ചൂട്. ശാന്തി മുഹൂർത്തം കഴിയാൻ ഇനി 15 മിനിറ്റ് ബാക്കിയുള്ളൂ. 15 മിനിറ്റോടെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? സ്വാമിക്ക് മനസ്സിലാവുണ്ടോ? മനസ്സിലായി. അപ്പൊ ഈ 15 മിനിറ്റിനുള്ളിൽ എങ്ങനെയെങ്കിലും ഒരു മഴ സ്വാമി വിചാരിച്ചൊന്ന് ചെയ്ത്. ഞാൻ എന്നാലാവുന്ന മാതിരി ശ്രമിക്കാം. ഒന്ന് ട്രൈ ചെയ്യും. ഉറപ്പ് പറയില്ല. അല്ല സ്വാമി, പൂജ പടയാണ്. പന്തം ഞാൻ പിടിക്കാം. സ്വാമി എങ്ങനെയെങ്കിലും ഒരു 15 മിനിറ്റിനുള്ളിൽ. അടി വെക്കരുത് കേട്ടോ. ഇല്ല, അടി വെക്കില്ല സ്വാമി. ഇപ്പൊ നമ്മളങ്ങോട്ട് ഹോമം തുടങ്ങിക്കോളൂ സ്വാമി. അല്ല സ്വാമി, മുണ്ടൊന്ന് നേരിട്ടിരിക്കായിരുന്നു ആൾക്കാരൊക്കെ അല്ലേ? അസംബന്ധം പറയുന്നുള്ളൂ. അല്ല, എന്നാലും ഒന്ന് മുണ്ട് നേരെ സംസ്കാരമില്ലല്ലേ തീരെ ചോദിക്കുന്നതിന്. ശരി സാർ. ചേട്ടാ, ചായ കടി വേണോ? ഏതാണോ ഈ നശൂലം? അത് മുൻപ്
കലാമണ്ഡലം സത്യഭാമയുടെ വീട്ടിൽ പണിക്കുന്ന ആളാണ്. ബംഗാളി സേട്ടൻ. ബംഗാളി ചേട്ടൻ. അപ്പൊ നമുക്ക് പൂജ നടക്കട്ടെ സ്വാമി. വേഗം 15 മിനിറ്റ്. 15 മിനിറ്റ് സ്വാമി. 14 മിനിറ്റ് സ്വാമി. സ്വാമി വേഗം ആവട്ടെ സ്വാമി. അപ്പൊ നമ്മളങ്ങോട്ട് തുടങ്ങാണ്. തുടങ്ങട്ടെ സ്വാമി. ആ തുടങ്ങട്ടെ സ്വാമി. സ്വാമി വേഗാവട്ടെ സ്വാമി. സ്വാമി ഒന്ന് വേഗാവട്ടെ സ്വാമി. സ്വാമി വല്ലതും നടക്കുവോ? താൻ നടക്കും. എന്താ സ്വാമി ഇത്? എന്നെ കൊണ്ട് കഴിയില്ലടോ. അപ്പൊ നിങ്ങളെ കൊണ്ട് മഴ പെയ്യിക്കാൻ കഴിയില്ല? കഴിയില്ല. ഈ മഴ പെയ്യിക്കാൻ കഴിവുള്ള 2 പേർ ഇപ്പോൾ ഞാനിവിടെ പ്രത്യക്ഷപ്പെടുത്തും. 2 പേര് ഇവിടെ വരും. വരും മഴ പെയ്യിക്കാൻ. മഴ പെയ്യിക്കാൻ അവര് പെയ്യിക്കും. പെയ്യിക്കും ഉറപ്പായി. താങ്ക് യു സ്വാമി. താങ്ക് യു സ്വാമി. അല്ല അല്ല ചൂട് ചൂട്. അവരത് അടുത്തെത്തി. ഋഷ്യശൃംഗനും വൈശാലിയും. എന്റെ സ്വാമി. താങ്ക് യു സ്വാമി. അതാ അവർ വരുന്നു. ഋഷ്യശൃംഗനും വൈശാലിയും. ചെറുതായിട്ട് ഋഷ്യശൃംഗനും വൈശാലിയും വന്നല്ലോ. ഋഷ്യശൃംഗനും വൈശാലിയും വന്നല്ലോ. ഇനി എന്റെ ശാന്തി മുഹൂർത്തം നടക്കും. നിങ്ങള് ഋഷ്യശൃംഗനല്ലേ അല്ലേ? വൈശാലി അല്ലേ? അതെ അതെ. ഭഗവാനേ അമ്മോ. സത്യത്തിലേ ഞാൻ പണ്ട് 7ലും 6ലൊക്കെ പഠിക്കുമ്പോഴേ 7ലും 6ലൊക്കെ പഠിക്കുമ്പോൾ നിങ്ങളുടെ സിനിമ നല്ലോണം കണ്ടിട്ടുണ്ട്. എനിക്ക് ഈ ചേച്ചി ഭയങ്കര ഇഷ്ടമാണ്. ആ ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 10 തവണ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ സിനിമ ഞാൻ ഒന്നും കണ്ടിട്ടില്ല. പോട്ട സിനിമ നിങ്ങളെ കാണുമ്പോഴേ ഞാൻ പണ്ടേ ചില ചോദ്യം ചോദിക്കാൻ വിചാരിച്ചിരുന്നു. ഇത്തിരി അങ്ങോട്ട് നീങ്ങി നിൽക്കോ, ഇത്തിരി ഇങ്ങോട്ട് വരൂ. ചോദിക്കണമെന്ന് തോന്നുന്നു വിചാരിക്കരുത്. ശരിക്കും ഇത് നിങ്ങളുടെ വൈഫാണോ അതോ ലിവിങ് ടുഗദർ? അതെ, ഈ വൈഫാക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫല്ല, ചിലവ് കൂടുതലാണ്. വൈഫാക്കിയാൽ ചിലവ് കൂടും. ചിലവ് കൂടുതലാണ്, ചിലവിനെ കൊടുക്കണം. ഞാൻ നമ്മുടെ ഗോപിയുടെ ലൈനില്ല. ലിവിങ് ടുഗദർ അളിയാൻ പെട്ടുമല്ലേ? നിങ്ങൾ പേടിയെ വന്നതെന്നറിയാലോ. GST-കാരുടെ ഇടയിലൂടെയാണ് ഇങ്ങോട്ട് കയറി വന്നു. അവിടെ മുരളി സാറുണ്ട്, സാബു സാറുണ്ട്. ഈ സൈസ് വസ്ത്രം ഇട്ട ആളെ ഈ രൂപത്തിൽ നിങ്ങൾ അവരുടെ ഇടയിൽ കൂടെ എന്ത് ധൈര്യത്തിലാണ് കൊണ്ടുവന്നു?
മുരളി സാറിന്റെയും സാബു സാറിന്റെയും സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. ഞങ്ങളുടെ ഒരു യൂണിഫോം ആയത്. പിന്നെ എന്റെ ഇതുണ്ടല്ലോ, ഏതവനെ ഞാൻ ഇതിൽ ആവാഹിച്ച് നടത്തും. പിന്നെ ഒന്നാമത് അല്ല, എനിക്ക് അവരുടെ അടുത്ത സത്യത്തിൽ പറയാനുള്ളത്. ഞാൻ ഒന്ന് കുഴപ്പമില്ല ഓക്കെ. ചേച്ചി ഒന്നുമില്ല ചേച്ചി, ഞാനൊരു സാധനം കാണിച്ചു തരാൻ പറഞ്ഞ ചേച്ചി കാണിച്ചു തരോ? അല്ല അതല്ല, നിങ്ങൾ 10-30 കൊല്ലം മുമ്പ് അവരുടെ പുറത്തൊരു ചിത്രം വരച്ചിട്ടുണ്ട്, മാനിന്റെ ചിത്രം. എനിക്ക് ഞാൻ നോക്കട്ടെ, കുഴപ്പമുണ്ടോ? എവിടെ എന്തിനെങ്ങനെ നാണിക്കുന്ന ചിത്രം നോക്കട്ടെ. നീ ചിത്രം വരയ്ക്കുവാണോ അതോ വല്ല ചിത്രപ്പണി ചെയ്യുവാണോ? തനിക്ക് ചിത്രം വരയ്ക്കാം. താമുണ്ടല്ലോ തന്റെ ഭാര്യയുടെ പുറത്ത് ചിത്രവും വരച്ചിട്ട്. എടോ, ഇത് എന്റെ ഭാര്യ. അന്ന് നാട്ടുകാർക്ക് കണ്ടല്ലോ. എന്റെ ഭാര്യ. ഞാൻ ചിത്രം വരയും പുറത്ത് മാന്തും. തനിക്കെന്ത് വേണം? അല്ല, എന്നാലും നിങ്ങൾ ചൂടാകണ എന്തിനാണ്? നമ്മളിപ്പോ നമ്മുടെ ഒരു കാര്യത്തിന് വന്നല്ലേ. മൊത്തത്തില് ചൂടല്ലേ, പിന്നെ ചൂടാതിരിക്കാൻ പറ്റുമോ? അല്ല, 5 മിനിറ്റ് കൂടെ ഉള്ളൂ. എന്തെങ്കിലും ചെയ്ത് ഒന്ന് മഴ പെയ്ച്ച് തരണം. രണ്ടാളും കൂടെ ഒന്ന് വിചാരിച്ചാ ഇപ്പൊ പെയ്യേണ്ടതേ ഉള്ളൂ. ഒന്ന് സ്വാമി പ്ലീസ്, 2 മിനിറ്റ് സ്വാമി, എങ്ങനെയെങ്കിലും ഒന്ന് സ്വാമി എന്റെ ആദ്യരാത്രി ഭഗവാനേ പ്ലീസ്. മലർശരം നീട്ടി ആയ